ഈ ബാംഗ്ലൂർ ഓടുന്ന ബസ്സുകളിൽ ഡീസലിന്റെ വില കുറയാൻ സാധ്യതയുണ്ട്. ബാംഗ്ലൂരിലോട്ട് പോകുന്ന ബസ്സുകൾ സാധാരണ പമ്പിൽ നിന്ന് ഡീസൽ അടിക്കാറില്ല. കമ്പനിയിൽ നിന്ന് നേരിട്ട് ഡീസൽ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. സാധാരണ കട്ടിയും 2 മുതൽ 4 രൂപ വരെ കുറഞ്ഞിരിക്കും. ബസ്സിന്റെ പ്രധാനപ്പെട്ട സ്റ്റോപ്പുകളിൽ ഡീസലിന് വേണ്ടിയുള്ള യാർഡുകൾ കാണും. ഇത് മാത്രമല്ല, ഓരോ സംസ്ഥാനത്തിലും വില മാറ്റമായിരിക്കും. കേരളത്തിൽ 96 ആണെങ്കിൽ തമിഴ്നാട്ടിൽ 92 ഉള്ളൂ, കർണാടകത്തിൽ 90 ഉള്ളൂ. ബാംഗ്ലൂരിലോട്ട് പോകുന്ന ബസ്സാണെങ്കിൽ കർണാടകയിൽ നിന്നായിരിക്കും ഡീസൽ ഫുൾ ടാങ്ക് ആക്കുന്നത്. അത് മാത്രമല്ല, ഓൾവോ ബസ്സിന്റെ മൈലേജ് 2 മുതൽ 4 അകത്താണ്. ഇതെല്ലാം നോക്കുമ്പോൾ ഈ 720 കിലോമീറ്റർ ഓടാനായി 20,000 മുതൽ 25,000 രൂപ വരെ ഡീസലിന് ആകുന്നു. ഒരു ട്രിപ്പില് പകുതിയേക്കാൾ സീറ്റ് ഫില്ല് ആവുകയാണെങ്കിൽ ആ വണ്ടി ലാഭത്തിലായിരിക്കും ഓടുന്നത്. ജീവനക്കാരുടെ ശമ്പളം നോക്കുകയാണെങ്കിൽ ഈ 4,000 രൂപ മതിയോ ഒരു ഡ്രൈവർ, കോ ഡ്രൈവർ, ക്ലീനർ? ഇവർക്ക് മൂന്നുമായിട്ട് ഈ 730 കിലോമീറ്റർ ഓടാനായിട്ട് 4,000 രൂപ മാത്രമേ ആകൂ. ശരിയാണോ അത്? അതെ, ജീവനക്കാർക്ക് പോയി വരാനായിട്ട് 8,000 രൂപ അടുപ്പിച്ച് കൊടുക്കുന്നുള്ളൂ. ഈ അടുത്ത കാലം തൊട്ടാണ് ഈ 8,000 രൂപ വരെ കൊടുത്തു തുടങ്ങിയത്. ലാഭം നോക്കുകയാണെങ്കിൽ ബസ്സിന്റെ നമുക്ക് വേറെ ഏതെങ്കിലും വകയിൽ ലാഭം കിട്ടാൻ സാധ്യതയുണ്ടോ? ഒരു ബസ് സ്വന്തം പേരിലല്ലാതെ ഒരു ബിസിനസിന് വേണ്ടി മേടിക്കുമ്പോൾ അതിൽ നിന്ന് നികുതി ലാഭിക്കാനും പറ്റും. കാരണം ഓരോ വർഷവും ബസ്സിന്റെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഡിപ്രീസിയേഷൻ അല്ലേ? അതെ, അതായത് 1.5 കോടി വിലയുള്ള ഒരു ബസ്സിന് ഓരോ വർഷവും ഒരു 15 മുതൽ 20% വരെ തേയ്മാനം കണക്കാക്കി ലാഭത്തിൽ നിന്ന് കുറയ്ക്കാം. അതായത് അത്രയും ആദായ നികുതി കുറച്ചടച്ചാൽ മതി. 5 വർഷത്തോളം ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ബസ്സിന്റെ മൂല്യം ഏകദേശം 0 അല്ലെങ്കിൽ ചെറിയൊരു വിലയായിട്ട് മാറും. ഈ 6 വർഷം കൊണ്ട് വണ്ടിയുടെ വിലയുടെ ഭൂരിഭാഗം നികുതി ഇളവായി നേടിയിട്ടുണ്ടാവും. പക്ഷേ വണ്ടിയുടെ റീസെയിൽ വാല്യൂ കുറയുന്നില്ല. 1.5 കോടിയുടെ വണ്ടി 6 വർഷം കഴിഞ്ഞാലും അതിപ്പോഴും 45 മുതൽ 60 ലക്ഷം വരെ റീസെയിൽ വാല്യൂ കാണും. ഈ 40 ലക്ഷം വെച്ച് മറ്റൊരു വണ്ടിയുടെ ഡൗൺ പേയ്മെന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതായത് നികുതി ലാഭവും ഉണ്ട്, മുതൽ മുടക്കം പിടിച്ചെടുത്തു. അതായത് ഈ 1.5 കോടിയുടെ വണ്ടി നമ്മൾ മേടിക്കുകയാണെങ്കിൽ ലോൺ എടുത്ത് മേടിക്കുന്നു. അപ്പോൾ ഡൗൺ പേയ്മെന്റ് എത്രയാകും, EMI എത്രയാകും ഒന്ന് പറയാമോ? 10% ഡൗൺ പേയ്മെന്റ് നോക്കിയാൽ 1.5 കോടിക്ക് ഏകദേശം 15 ലക്ഷത്തോളം ഡൗൺ പേയ്മെന്റ് വേണ്ടിവരിക്കും. 5 വർഷത്തെ EMI നോക്കിയാൽ ഏകദേശം 2.5 ലക്ഷത്തോളം EMI ഓരോ മാസം അടയ്ക്കേണ്ടി വരും. വരുമാനം നോക്കുകയാണെങ്കിൽ ബസ്സുകൾക്ക് പാഴ്സൽ ഇനത്തിലും ലാഭം കിട്ടുന്നുണ്ട് എന്നുറപ്പാണ്. നല്ല ജീവനക്കാരെ കിട്ടുക, ബസ്സിന് അപകടങ്ങൾ ഇല്ലാതിരിക്കുക, പകുതി കൂടുതൽ സീറ്റുകൾ നിറയുകയാണെങ്കിൽ ബസ് ലാഭത്തിലായിരിക്കും ഓടുന്നത്.